1895 മുതൽ 2000 വരെയുള്ള ലോക സിനിമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള പോരാട്ടം തുടക്കം മുതൽ ആരംഭം കുറിച്ചതും ഇന്നും നിലനിൽക്കുന്നതുമായ ഒന്നാണ്. എണ്ണത്തിൽ വിരളമാണെങ്കിൽ കൂടി സംസ്കാരങ്ങളും അതിർവരമ്പുകളും ഭേദിച്ച് ഒരേ ആശയത്തെ വ്യത്യസ്ത വീക്ഷണങ്ങളിലൂടെ, വ്യത്യസ്ത ഭാഷകളിലൂടെ ഓരോ നാടും ഓരോ സിനിമയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള സിനിമകൾ പരിശോധിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഓരോ സ്ത്രീകളും അഭിമുഖീകരിക്കേണ്ടി വന്ന വെല്ലുവിളികളും സ്വന്തമാക്കിയ വിജയങ്ങളും ഓരോ കാലഘട്ടത്തിലും ലോക സിനിമകൾ ചരിത്രത്തിലേക്കായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സത്യജിത്രയെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് 63-ൽ പുറത്തിറങ്ങിയ ബംഗാളി ചിത്രമാണ് മഹാനഗർ. ഓർത്തഡോക്സ് ആയ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഹോം മേക്കറായ ആരതിക്ക് സെയിൽസ് വുമനായി ജോലി ലഭിക്കുന്നതും അവർ അവരുടെ ഫിനാൻഷ്യൽ ഫ്രീഡം ആസ്വദിക്കുന്നതുമാണ് ഈ ചിത്രം പറയുന്നത്. നരേന്ദ്രനാഥ് മിത്രയുടെ അവതരണിക എന്ന ചെറുകഥയെ അടിസ്ഥാനമാക്കി ഒരുക്കിയ ചിത്രത്തിൽ മാധവി മുഖർജിയാണ് പ്രധാന കഥാപാത്രമായ ആരതിയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജോലി, സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നിവയൊക്കെ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ സിനിമ വളരെ മനോഹരമായ രീതിയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 79-ൽ മാർട്ടിൻ റിട്ട് ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കിയ ഇംഗ്ലീഷ് ചിത്രമാണ് നോർമ റേ. കുറഞ്ഞ വിദ്യാഭ്യാസം മാത്രമുള്ള ഒരുപാട് പേർ കുറഞ്ഞ വേതനത്തിന് കൂടുതൽ സമയം ജോലി ചെയ്യുന്ന ഒരു ഫാക്ടറിയിൽ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി യൂണിയൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന, വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന നോർമ എന്ന സ്ത്രീയുടെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. 87-ൽ ഇറങ്ങിയ ഹിന്ദി സൈക്കോളജിക്കൽ ത്രില്ലറാണ് ഖേതർ മേത്ത സംവിധാനം ചെയ്ത മിർച്ച് മസാല. 40കളുടെ ആരംഭത്തിൽ തൻ്റെ ഗ്രാമത്തിലേക്ക് കടന്നു കയറിയ മാനത്തിന് വില പറഞ്ഞ സുബേദാറിനെയും സംഘത്തെയും ഗ്രാമത്തിലെ സ്ത്രീകളായ സോൻബായും കൂട്ടരും ചേർന്ന് എതിർക്കുന്നതും പ്രതികരിക്കുന്നതുമാണ് ഈ സിനിമ. അടുത്തതായി നോർത്ത് കൺട്രിയാണ്. 2005-ൽ നിക്കി കാരോ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ താൻ ജോലി ചെയ്യുന്ന കമ്പനിയിലെ സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്നും അനുഭവിക്കുന്ന ലൈംഗിക പീഡനങ്ങൾക്കെതിരെ പ്രതികരിക്കുകയും ഒറ്റപ്പെടുകയും ഒടുവിൽ വിജയം കാണുകയും ചെയ്യുന്ന ജോസി എന്ന സ്ത്രീയുടെ കഥയാണ് പറയുന്നത്. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ലൈംഗികപരമായ ചൂഷണങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുന്ന ഈ സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഷാർലിസ് തെറോണാണ്. 2006-ൽ പുറത്തിറങ്ങിയ ജാഫർ പഹാനി സംവിധാനം ചെയ്ത ഓഫ് സൈഡിലും സ്ത്രീകൾ തങ്ങളുടെ ജെൻഡർ കാരണം അനുഭവിക്കേണ്ടി വരുന്ന പ്രതിസന്ധികളെക്കുറിച്ചാണ് പറയുന്നത്. ലോകകപ്പിനായുള്ള യോഗ്യതാ മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി ഒരു പെൺകുട്ടി ആൺകുട്ടിയുടെ വേഷം കെട്ടി പോകുന്നതും അവിടെ വെച്ച് അവൾ പിടിക്കപ്പെടുന്നതും പെൺകുട്ടികൾക്ക് അത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കാനാവില്ലെന്ന് പറഞ്ഞു അവളെ അറസ്റ്റ് ചെയ്യുന്നതുമൊക്കെ സ്ത്രീകളുടെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളെ സിനിമയിലൂടെ കാണിച്ചു തരുന്നു. 2015-ൽ സാറ കാവറോൺ സംവിധാനം ചെയ്തു പുറത്തിറങ്ങിയ ബ്രിട്ടീഷ് ഹിസ്റ്റോറിക്കൽ സിനിമയായ സാഫ്രോഗേറ്റിൽ UK-യിലെ സ്ത്രീകളുടെ വോട്ടവകാശത്തെക്കുറിച്ചും അതിനുവേണ്ടി അവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. അതേ വർഷം പുറത്തിറങ്ങിയ ലീന യാദവ് എഴുതി സംവിധാനം ചെയ്ത ഇന്ത്യൻ ചലച്ചിത്രമായ പാർച്ചിഡിൽ ഗുജറാത്തിലെ നിരവധി സാമൂഹിക തിന്മകളും പുരുഷാധിപത്യവും പുരാതന പാരമ്പര്യങ്ങളും ശൈശവ വിവാഹവും സ്ത്രീധനവും ശാരീരികവും മാനസികവുമായ പീഡനങ്ങളും നേരിടേണ്ടി വരുന്ന ഒരു ഗ്രാമത്തിലെ 4 സ്ത്രീകളെക്കുറിച്ചാണ് പറയുന്നത്. ഇത്തരം പ്രശ്നങ്ങളെ അതിജീവിച്ച് ആചാരങ്ങളെയും ആധിപത്യങ്ങളെയും എതിർത്ത് അവർ പുതിയ ജീവിതം ആരംഭിക്കുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത്. 2015-ൽ ഇറങ്ങിയ ഡേവിസ് ഗഗൻഹൈമിന്റെ ഡോക്യുമെന്ററി ചിത്രമാണ് ഹി നെയ്മഡ് മീ മലാല. നമുക്കെല്ലാവർക്കും സുപരിചിതയായ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ പാകിസ്ഥാൻ യുവ വനിതാ ആക്ടിവിസ്റ്റായ മലാല യൂസഫ്സായിയെയാണ് ഈ ചിത്രം അവതരിപ്പിക്കുന്നത്. തൊട്ടടുത്ത വർഷം, അതായത് 2016-ൽ അനിരുദ്ധ് റോയ് ചൗധരി, അമിതാഭ് ബച്ചൻ, തപ്സി പന്നു എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സംവിധാനം ചെയ്ത ചിത്രമാണ് പിങ്ക്. പുരുഷന്മാർ ചെയ്യുമ്പോൾ സ്വാഭാവികമെന്ന് തള്ളിപ്പറയുന്ന പ്രവർത്തികൾ സ്ത്രീകൾ ചെയ്യുമ്പോൾ അതിനെ സമൂഹം എങ്ങനെ നോക്കിക്കാണുന്നു എന്നും കുറ്റക്കാരാക്കുന്നു എന്നൊക്കെ സിനിമ പറഞ്ഞു പോകുന്നു. US-ലെ സുപ്രീം കോടതിയുടെ അസോസിയേറ്റ് ജസ്റ്റിസായി സേവനം അനുഷ്ഠിച്ച റൂത്ത് ബാഡർ ഗിൻസ്ബർഗിന്റെ ജീവിതത്തെയും ആദ്യകാല കേസുകളെയും അടിസ്ഥാനമാക്കി 2018-ൽ പുറത്തിറങ്ങിയ ബയോഗ്രഫിക്കൽ മൂവിയാണ് ഓൺ ദി ബേസിസ് ഓഫ് സെക്സ്. മിമി ലേഡർ സംവിധാനം ചെയ്ത ഈ ചിത്രം സ്ത്രീ സമത്വത്തിനു വേണ്ടി നിയമപരമായി പോരാടുന്ന റൂത്ത് എന്ന അഭിഭാഷകയുടെ കഥയാണ് പറയുന്നത്. തപ്പട്ട് അനുഭവ് സിൻഹ സംവിധാനം ചെയ്ത് 2020-ൽ പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രം
തപ്സി പന്നു കേന്ദ്ര കഥാപാത്രമായ ഈ ചിത്രം ആണാധിപത്യത്തിന് കീഴിൽ മുട്ടുകുത്താത്ത അമൃത എന്ന സ്ത്രീയുടെ കഥയാണ് വിവരിക്കുന്നത്. പങ്കാളിയിൽ നിന്ന് ലഭിക്കുന്ന അടിയെ ചുറ്റുമുള്ളവർ നിസ്സാരമായി കണക്കാക്കുമ്പോൾ അവൾ തന്റെ വ്യക്തിത്വം അയാൾക്ക് മുൻപിൽ അടിയറവ് വയ്ക്കാതെ നിയമപരമായി പോരാടുന്നു. തൊട്ടടുത്ത വർഷം റീനു തോമസ്, സുഷ്മിത് ഘോഷ് എന്നിവരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഡോക്യുമെന്ററി ഫിലിമാണ് റൈറ്റിംഗ് വിത്ത് ഫയർ. 14 വർഷത്തെ അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ ജേർണലിസത്തിലേക്ക് മാറുന്ന ദളിത് വനിതകളായ മാധ്യമപ്രവർത്തകർ നയിക്കുന്ന ഖബർ ലഹരിയ എന്ന പത്രത്തെക്കുറിച്ചാണ് ഡോക്യുമെന്ററിയിൽ പ്രതിപാദിക്കുന്നത്. അതേ വർഷത്തിൽ തന്നെ മലയാളത്തിൽ ജിയോ ബേബി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലും പറഞ്ഞു വെക്കുന്നത് പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് വരുന്ന സ്ത്രീകളെ തന്നെയാണ്. വിവാഹശേഷം അന്ധവിശ്വാസങ്ങളും ആണാധിപത്യവും നിറഞ്ഞ കുടുംബത്തിലെത്തുന്ന ഒരു പെൺകുട്ടി നേരിടുന്ന പ്രശ്നങ്ങളെ സിനിമ എടുത്തുകാട്ടുന്നു. അങ്ങനെ കാലങ്ങൾക്കോ ഭാഷകൾക്കോ ദേശങ്ങൾക്കോ സംസ്കാരങ്ങൾക്കോ പരിധിയില്ലാതെ ലോക സിനിമ എക്കാലത്തും സ്ത്രീകളെ, സ്ത്രീ സമത്വത്തെ വ്യത്യസ്ത രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ളതാകട്ടെ ഓരോ സിനിമയും ഓരോ കാലങ്ങളും.